നിയമാവർത്തനം 7-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. ഓർമ്മിക്കുക, ഓരോ കൂട്ടുകെട്ടും 1000 ഓർമ്മകളെ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോകുന്നത്. നടക്കുന്ന വഴികളിൽ താങ്ങാനും, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനും, കരയുമ്പോൾ കരവലയം നെഞ്ചോട് ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴേ ജീവിതങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്ന സ്നേഹബന്ധങ്ങൾ വളരൂ. ഏതു പ്രതിസന്ധികളിലും ദൈവത്തിന്റെ കരങ്ങൾ പിടിക്കേണ്ടവനാണ് വിശ്വാസി. ദൈവത്തെ വഞ്ചിക്കുന്നവനാണ് പാപി. സഹോദരങ്ങളുടെ മുഖത്തും ദൈവിക പ്രഭയുണ്ട്. അവ കാണാതെ പോകുന്നതും തെറ്റുതന്നെ. സ്നേഹത്തിന്റെ പ്രതിച്ഛായ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന സന്ദർഭങ്ങളിലാണ് സൗഹൃദങ്ങൾ അകലുന്നത്. യേശുവിനുണ്ടായിരുന്ന സൗഹൃദങ്ങളുടെ നീണ്ട വഴികളിൽ സമൂഹം ഒറ്റപ്പെടുത്തിയവർക്കും മാറ്റി നിർത്തിയവർക്കും ഇടമുണ്ടായിരുന്നു. ജീവിതം അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു യേശുവിന്റെ സൗഹൃദ വഴികൾ. ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയവർ മാത്രമായിരിക്കും കൂടെ നിൽക്കുവാനുണ്ടാവുക. യാക്കോബിന്റെ കിണറ്റിൻകരയിൽ നട്ടുച്ച നേരത്ത് കടന്നുവന്നവളോട് അനുകമ്പയോടെ സംസാരിക്കുകയും അവളിൽ നിന്ന് ഒരിറ്റുവെള്ളം കുടിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ പോലും ചോദിക്കുന്നില്ലേ, എന്തേ അവനിങ്ങനെ? യഹൂദ റബ്ബിമാർ സ്ത്രീകളോട് സംസാരിക്കുന്നത് നിഷിദ്ധമായിരുന്നപ്പോൾ അവരോട് അനുകമ്പയോടെ പെരുമാറുന്ന ക്രിസ്തു. ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ബ്രൗണിംഗ് സ്നേഹരഹിതമായ ലോകത്തെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: സ്നേഹം നിഷ്കാസനം ചെയ്യപ്പെട്ടാൽ ഈ ഭൂമി ഒരു ശവപ്പറമ്പായി തീരും. ബന്ധങ്ങളിൽ ഉദാത്തമായ സ്നേഹത്തിന്റെ അഭാവമുണ്ടാകുമ്പോൾ ശൂന്യത അനുഭവപ്പെടുന്നു. നല്ല ബന്ധങ്ങളിൽ സ്നേഹം നിലനിൽക്കുന്നില്ലെങ്കിൽ അത് അർത്ഥശൂന്യമായ സ്നേഹമാണ്. ആയതുകൊണ്ട് ക്രിസ്തു കാട്ടിത്തന്ന സ്നേഹം നമ്മിലും വളർത്തിയെടുക്കുവാനും അത് നിലനിർത്തുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സാഗരമേ ഇമ്മാനുവേലേ, കാരുണ്യക്കടലേ, സ്നേഹസാഗരമേ ഇമ്മാനുവേലേ, കാരുണ്യക്കടലേ, സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താതാ, സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താതാ, സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ.
വിദ്വേഷത്തീനാളത്തിൽ സ്നേഹമാരിയായി പെയ്യണം നാഥ. വിദ്വേഷത്തീനാളത്തിൽ സ്നേഹമാരിയായി പെയ്യണം നാഥ. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ശത്രുതയിൻ നടുവിൽ സമാധാനമായി ശാന്തിയരുളുക. ശത്രുതയിൻ നടുവിൽ സമാധാനമായി ശാന്തിയരുളുക. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹത്താൽ ലോകമെങ്ങും നിൻ സാക്ഷ്യമാകാൻ നിൻ കൃപയരുളൂ. സ്നേഹത്താൽ ലോകമെങ്ങും നിൻ സാക്ഷ്യമാകാൻ നിൻ കൃപയരുളൂ. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹിപ്പാൻ പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്കേകിയ താത. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ എന്നെ